ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വൺ ഡേ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കേരള പളനിയിൽ നിന്ന് നമ്മൾ നേരെ പോയത് എങ്ങോട്ടേക്കാണെന്ന് അറിയണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിമ്മിനി ഡാമിലേക്കാണ് നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നല്ല വ്യൂ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കണ്ട് ഞങ്ങൾ കുറച്ച് ഗെയിം കളിച്ചു. അപ്പം നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഇപ്പൊ ശരിയാക്കി തരാം. നേരാ മുതലാളി ഈച്ചപ്പൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ? അവിടെ തെറ്റി അതെന്നിട്ട് ശരിയാക്കിയില്ല. അത് ശരിയാക്കി പറയുന്നതാണോ? ഈ ഡയലോഗ് 3 ഭാവത്തിൽ പറയുക. 1 ചിരി, 2 ദേഷ്യം, 3 കരച്ചില്. അത് നല്ലൊരു നേരാ മുതലാളി ഈ പച്ചൻ പള്ളിക്കൂടം പോയിട്ടില്ല. നേരാ മുതലാളി നേരാ മുതലാളി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. വഴി ചോദിച്ചു കഴിഞ്ഞു. കണ്ടിന്യൂ. നേരാ മുതലാളി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. പള്ളിക്കൂടത്തിൽ പോകേണ്ട അഹങ്കാരം കാണിക്കും. നേരാ മുതലാളി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. നാക്കുളുക്കം തണ്ടുരുളും തളിരുളരും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു കുരുമുളക് തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുകളും എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയാം. തടിയുരുളും തണ്ടിന്മേലൊരു കുരുമുളകുരുളും ചെറുതരി കുരുമുളകുരുളും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തള്ളു. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യന് തെറ്റായ ഉത്തരങ്ങൾ സ്പീഡിൽ പറയുക. ഇല്ല, അതൊരു സത്യം മാത്രം. തെറ്റായ ഉത്തരം പറയാനല്ല പറഞ്ഞ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഉമ്മൻചാണ്ടി. എന്തിനാ പോന്നെ? ചോറുണ്ടായി. എന്താ കൊടുക്കുന്ന പെട്രോൾ പമ്പില്? വെളിച്ചെണ്ണ. റൊണാൾഡോ എന്റെ വീട്ടിലെ കുട്ടി തുന്നൽക്കാരൻ. മോഹൻലാൽ ആരാ? അയ്യോ, മുടി വെട്ടുകാരൻ. കേക്കണ്ട എന്താ പനിയെ? ഇടയ്ക്കൊരു കട്ടിഞ്ഞ് ക്ഷീണിക്കുന്ന അമ്മയുടെ തലയിൽ എന്താ ഉള്ളേ? ചകിരി. അങ്ങനെ കുറെ ചിരിയും കളികളും ഒക്കെ ആയിട്ട് നമ്മള് ചിമ്മിനി ഡാമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നോളൂ കേട്ടോ. കുട്ടവഞ്ചി കയറിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് മഴ കിട്ടിയെങ്കിലും ഞങ്ങളത് ആസ്വദിച്ചു. മഴയത്ത് ഇങ്ങനെ കൊട്ടവഞ്ചിയിലൊക്കെ ഇരുന്നിട്ട് നല്ല രസമായിരുന്നു. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ കേട്ടാ. പിന്നെ അതുപോലെ തന്നെ ഈ മഴ സമയത്ത് ട്രിപ്പ് പോകുമ്പോൾ റെയിൻകോട്ടും കോടയൊക്കെ എല്ലാവരും എടുത്തോളൂ കേട്ടാ. ഞങ്ങളുടെ കൂട്ടി ഇങ്ങനെ അബദ്ധം കാണിക്കണ്ട. അല്ലെങ്കിൽ ഒരു ഹൈ കൊടുത്തു. അങ്ങനെ നമ്മൾ ചിമ്മിനിയോട് ബൈ പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നേരെ യാത്ര തിരിച്ചു.
ടാസ്കിന്റെ പേര് വായിച്ചേ. നാക്കുളുക്കം. ആ അപ്പൊ ഒരു സാധനം ഇപ്പൊ കാണിച്ചു തരും ചേച്ചി, അത് വായിക്കാം. സ്പീഡില് 5 തവണ പറയാം. അമ്മേ. അന്തിക്ക് കുന്തിദേവി കുണ്ടി കഴുകും, കിണ്ടികളിൽ ഒരു കുണ്ടി വന്ന് കുണ്ടി വീണു. അന്തിക്ക് കുന്തിദേവി കുണ്ടി കഴുകുമ്പോ പിന്നെ കുണ്ടീനെ കുണ്ടി തല്ലാതെ മോന്താന്ന് പറയാൻ പറ്റുമോ? പോയി. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട കുണ്ടിൽ വീണു. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഞാനാദ്യം ഞാനങ്ങനെ കണ്ടത് കിണ്ടി എന്നല്ല കുണ്ടി. ഇപ്പൊ ശരിയാക്കി തരാം. കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ചിരി, ദേഷ്യം, കരച്ചില്. ഈ ഭാവത്തില് പറഞ്ഞു. കാണാൻ ഒരു ലുക്കില്ലാന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ദേഷ്യത്തില് കാണാൻ ഒരു ലുക്കില്ലാന്നുള്ളൂ, ഭയങ്കര ദേഷ്യ. ഭയങ്കര ബുദ്ധിയാ. കാണാൻ ഒരു ലുക്കില്ലാന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാ. അടുത്ത 1 മിനിറ്റ് സ എന്ന അക്ഷരത്തിൽ തുടങ്ങി മറുപടി പറയുക. ഇങ്ങനെ കളിച്ചിട്ട് നമ്മളാ ഞാൻ തന്നെ ജയിച്ചിട്ടുള്ളത്. 1 മിനിറ്റേ ഉള്ള സമയം. വേഗം ടപ്പ ടപ്പാന്ന് ഉത്തരം പറയണം. ഞാൻ എവിടുന്ന വരണേ? തൃശ്ശൂര് അല്ല, അയ്യോ തെറ്റിപ്പോയി. സിംഗപ്പൂര്. അത് കളഞ്ഞോ ആദ്യം. ഒരു ചാൻസ് കൂടെ തരാം. പേരെന്താ? സിന്ധു. സിന്ധുവിന്റെ വീട് എവിടാ? സിംഗപ്പൂര്. സിംഗപ്പൂർ എന്താ ജോലി? സിംഹത്തിന്റെ വിക്കല്. എന്ത് ഫുഡാ സിംഹത്തിന് കൊടുക്ക? സസ്യം. ഇഷ്ടപ്പെട്ട നാടിന്റെ പേരെന്താ? സന്തോഷ് പണ്ഡിറ്റ്. A few moments later. അങ്ങനെ തൃശ്ശൂരിന്റെ സ്വന്തം സഫേറിൽ ചെന്ന് ഞങ്ങള് ഒരു അൽഫാം അങ്ങ് പാസ്സാക്കി. നല്ല സൂപ്പർ അൽഫാം ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ കയറിട്ടൊന്ന് അൽഫാം കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു, അടിച്ചു പൊളിച്ചു. അപ്പൊ നമ്മുടെ വൺ ഡേ ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് മെൻഷൻ ചെയ്തേക്കാം, അതുകൂടെ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടാ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.